സമർപ്പിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ഞാൻ എന്ന് വെച്ചാൽ മെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു മെസ്സഞ്ചർ വഴി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സിഒൻ്റെ കയ്യിലെത്തുമായിരിക്കും. ആദ്യഘട്ടത്തിൽ ഈ വയോധിക പണം നൽകിയില്ല എന്നാണല്ലോ മൊഴി നൽകിയത് പ്രാഥമിക. പിന്നീട് മൊഴിയെടുക്കുകയോ ആ മൊഴിയിൽ എന്തെങ്കിലും? ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഈ വിഷയം ഇപ്പം ഓൾറെഡി പോലീസിൻ്റെ എൻക്വയറിയുടെ കീഴിലുള്ളതാണ്. സിഒൻ്റെ ഓഫീസിലും അത് ഫോളോ അപ്പ് ചെയ്യുന്നൊരു കേസാണ്. അപ്പം കൂടുതൽ ഞാൻ അതൊന്നും പറയുന്നില്ല. ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ പക്ഷേ എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് പറ്റില്ല. അതെ അതെ സമർപ്പിച്ചിട്ടുണ്ട്. പാറമേക്കാവിന്റെ വെടിക്കെട്ട് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇനി നടപടി എന്താണ്? അത് വെടിക്കോപ്പുകൾ നിർവീര്യമാക്കുകയാണോ ചെയ്യുക? എങ്ങനെയാണ്? അത് ഇന്നലെ നമ്മളൊരു കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയിരുന്നു. കാരണം ഒരു അതിൽ എന്തെങ്കിലും ബാൻഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് എന്തെങ്കിലും ഉണ്ടോ? പോലീസിൻ്റെ നേതൃത്വത്തിലാണ് പ്രൈമറിലി. റവന്യൂ സ്റ്റാഫും അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പം എന്തെങ്കിലും ബാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതിന് ലാബിൽ കൊടുത്തിട്ടുണ്ട്. 2 ദിവസം എടുക്കും അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാൻഡ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളത് നിർവീര്യമാക്കുക എന്നുള്ളതാണ്. ഓവർ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഓവർ ക്വാണ്ടിറ്റി നമ്മൾ കോർട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇത്ര ക്വാണ്ടിറ്റി അധികം ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പെസോൻ്റെ ഹെൽപ്പോട് കൂടി സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ആദ്യമേ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ നെന്മാറ വേലയുടെ നമ്മുടെ പ്രോപ്പർ മാഗസിൻ ജില്ലയിലുണ്ട്. അപ്പം ആ മാഗസിനിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ബാൻഡ് സബ്സ്റ്റൻസസ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാൻഡ് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അത് എന്താണോ പെസോ പറയുന്ന പ്രോട്ടോകോൾ അത് പ്രകാരം നമ്മളത് ചെയ്യും. അത് നമുക്ക് 2 തരത്തിലുള്ള ലൈസൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ 15 കിലോ എന്ന് ഞാൻ അന്ന് തന്നെ ക്ലാരിഫൈ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 15 കിലോ ആണ് ജില്ലാ കളക്ടർ കൊടുക്കുന്നതെന്നുള്ളത്. 15 കിലോ നമ്മൾ സ്റ്റോറേജ് ഫെസിലിറ്റിക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു സ്റ്റോറേജ് ഫെസിലിറ്റി അല്ലായിരുന്നു. അവിടെ തന്നെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്, മാനുഫാക്ചറിങ് യൂണിറ്റ് പോലൊരു സ്ഥലമാണ്. അപ്പം ഈ മാനുഫാക്ചറിങ് യൂണിറ്റിൽ അവർക്ക് കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞ പേപ്പേഴ്സ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളത് സീസ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, 1000 കിലോയിലൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഈ ലൈസൻസിക്ക് ഇത്ര മാനുഫാക്ചറിങ്ങിന് ഇത്ര വെടിമരുന്നുകൾ മാനുഫാക്ചർ ചെയ്യാമോ? അങ്ങനെ എന്തെങ്കിലും അനുമതി ഉണ്ടോ? അതെങ്ങനെയാണ് അതിൻ്റെ? നമ്മൾ പക്ഷേ അവരോട് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ആക്ച്വലി അത് സീൽ ചെയ്യുന്ന സമയത്ത് ആരാണോ ലൈസൻസ് കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് നമ്മൾക്ക് ഈ നിർമ്മാണം നടത്തുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 15 കിലോയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന ഒരു പെർമിഷൻ മാത്രമാണ്. വേറെ ഒരു പിന്നെ പെസോന്റെ പെർമിഷൻ കിട്ടും പറഞ്ഞെങ്കിലും തലേ ദിവസം വരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം വലിയ പരിശോധനകളൊക്കെ നടത്തിയാണല്ലോ അതൊക്കെ ചെയ്യാറ്. അപ്പോൾ അതിൽ ആ കാര്യങ്ങളൊന്നും ആ സമയത്ത് നോക്കിയിരുന്ന് ചെയ്യാത്തതുകൊണ്ടാണോ എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അത് പാലക്കാട് ജില്ലയിൽ ഇപ്പം ഈ പൂരം നടക്കുന്നത് നമ്മുടെ ജില്ലയിലല്ല. ഇവിടെ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് നമ്മുടെ ജില്ലയിലുള്ളത്. അതിൽ 15 കിലോസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് ഒരു റിക്വസ്റ്റ് തന്നിരുന്നു. ആ റിക്വസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത് അതിന്റെ സാങ്കേതികമായിട്ട് ഇപ്പോൾ ഒരു ദേശക്കാര് പൂരം നടത്താൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവർക്ക് ലൈസൻസി അതെങ്ങനെയാണെന്ന് അവിടുത്തെ ജില്ലാ കളക്ടറുടെ അനുമതി വേണമല്ലോ. അപ്പോൾ ഈ ലൈസൻസിക്ക് ഇത്ര ഉണ്ടാക്കാൻ കഴിയുമോ, അതിന്റെ യോഗ്യനാണോ, ആ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്? സാധാരണ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ഇതിൽ ഇത്രയും വലിയൊരു ലാർജ് കൊമേഴ്ഷ്യൽ ഒക്കെ ഉള്ളപ്പോൾ ഡിസ്പ്ലേക്കുള്ളത് സാധാരണ വരുന്നത് പെസോയിൽ നിന്ന് തന്നെയാണ്, ജില്ലാ കളക്ടർ അടുത്ത് നിന്നായിരിക്കില്ല. ഓക്കെ, ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ പേപ്പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മറ്റു നിയമ നടപടിയായിരിക്കും. അതെ തീർച്ചയായിട്ടും മറ്റു നിയമ നടപടികളോട്. ശരി.